നിങ്ങൾ ഏതെങ്കിലും ഒരു സീരിയൽ കണ്ടാൽ മതി. കേരളത്തിലുള്ള പെണ്ണുങ്ങൾ മുഴുവനും അവരുടെ പ്രധാന ജോലി പിന്നെ കൊച്ചിൻ്റെ അച്ഛനാരാന്ന് അന്വേഷിക്കുക. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ വലിയൊരു ഡിസ്കഷൻ നടന്നു പെണ്ണുങ്ങളുടെ. അപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടി കൊച്ചിൻ്റെ അച്ഛനാരാന്നുള്ളതാണ്. കാരണം അനധികൃതമായിട്ട് ഉണ്ടായതാണ്. അനധികൃതമെന്നോ എന്തോ അസന്മാർഗികമായി ഉണ്ടായതാണ്. ലെജിറ്റിമേറ്റ് അല്ലാതെ ഇവർ ആരുടെയാണ് കുട്ടിയെന്ന് അറിയാൻ എന്താ വഴിയെന്നവരിങ്ങനെ വളരെ കാര്യമായിട്ട് ഇവർ കണ്ടവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടി പറഞ്ഞു, സാരമില്ല, അവർ ടെസ്റ്റ് എടുത്താൽ പോലെ. 5 വയസ്സുള്ള കുട്ടി പറയുക, അതിത്ര നിങ്ങളിപ്പോൾ വിഷമിക്കേണ്ട കാര്യമുള്ളല്ലോ, ടെസ്റ്റ് എടുത്തൊക്കെ. ആ രൂപത്തിലേക്ക് നമുക്ക് ആയിട്ടുണ്ട്. ഇതാണ് ഈ ബൗദ്ധിക നിലവാരം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മളെല്ലാം അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അവസ്ഥ. ടെലിവിഷനിൽ പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലിലെല്ലാം തന്നെ വളരെ നല്ല എഴുത്തുകാരെ അപ്പോഴപ്പോഴിറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ, അതിനെപ്പറ്റി ആദ്യം അവതരിപ്പിക്കും, അതിനെപ്പറ്റി സംസാരിക്കും. ഇങ്ങനൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അതിന് കാണാൻ ആളില്ല എന്ന് പറഞ്ഞ് എല്ലാ ചാനലുകാരും അത് മതിയാക്കി. ഇപ്പോൾ കാണാൻ ആളുകളുള്ളത് എന്തിനാണ്? ഏറ്റവും വൃത്തികെട്ട ചില ആഭാസകരമായിട്ടുള്ള പരിപാടികൾ കാണാനാണ് ആൾ. അപ്പോൾ അവർക്കൊരു കണക്കുണ്ട്, എത്ര പേര് കാണുന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ വളരെ മോശപ്പെട്ട ഈ ഒരു ഭാഗം, നല്ല കാര്യങ്ങൾക്കൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. അപ്പോൾ അവർക്ക് ചീത്ത കാര്യങ്ങളിലാണോ താല്പര്യം? കൂടുതൽ ചീത്ത കൊടുക്കാം എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സും ഒരുപക്ഷെ നമ്മുടെ ശരീരം പോലും അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ. വളരെ കഷ്ടകരമായ അവസ്ഥയാണ്. ഇതിൽ നമുക്ക് എന്താണ് മോചനം, എന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരുമിച്ച് ചേരുന്നതിൻ്റെ സംഭാഷണത്തിൻ്റെയൊക്കെ അർത്ഥം നമുക്കിതിനെപ്പറ്റി ഉറക്കെ ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ചെയ്യാവുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും ആൻറ്റി സോഷ്യലാണ്. കൃത്യമായിട്ട് മറ്റുള്ളവരുടെ ദൂഷ്യം പ്രചരിപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത്. അത് കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു സംഗതിയായിട്ടാണ്, മനുഷ്യവർഗത്തിൻ്റെ തന്നെ വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് അത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. കാരണം ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാൻ ഒക്കാത്ത കാര്യങ്ങളൊക്കെ, നല്ല കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച ആളുകളെ കൂടുതൽ പ്രമുഖരും നല്ലവരുമാക്കി മാറ്റാമെന്ന് വിചാരിച്ചുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അത് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടും. കാരണം എല്ലാവർക്കും ഈ പണ്ട് പെണ്ണുങ്ങളെ പറ്റി പറയാൻ തെറ്റാ, ക്ഷമിക്കണം, സ്ത്രീകളെ വിഷയമല്ല. കൊതി എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയും. കൊതി എന്ന് വേണമെങ്കിൽ പറയുകയായിരുന്നു. അതിൻ്റെ ഒരു വളരെ കുറച്ചുകൂടെ ആഭാസവൽക്കരിച്ച ഒരു രൂപമാണ് ഈ ആൻറ്റി സോഷ്യൽ മീഡിയ നടത്തുന്നത്. ഞാൻ വിചാരിച്ച നിർത്താൻ ഒക്കാത്തതുകൊണ്ട് ഞാൻ വാച്ച് ചെയ്യത്തില്ല. ടെലിവിഷൻ ഏറ്റവും മോശമാണെങ്കിലും ഞാനത് കാണത്തില്ല. അതിനപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നമുക്കിരുന്ന് സ്വസ്ഥമായിട്ട് വായിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല കൃതികളുണ്ടാവുന്നുണ്ട്, കഥകളുണ്ട്, കവിതകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നല്ല ചിത്രകാരന്മാരുണ്ട്. കേരളം എല്ലാ രീതിയിലും അനുഗ്രഹീതരാണ്. രവിവർമ്മ എന്ന് പറയുന്ന മഹാകലാകാരൻ നമ്മുടെ കേരളത്തിലാണ് ജനിച്ചത്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും രവിവർമ്മയെ പറ്റി പഠിക്കുന്നില്ല. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞും നമ്മുടെ ഈ സാഹിത്യം മാത്രം പഠന വിധേയമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള ഒരു കലകളെ പറ്റിയുള്ള ഒരു പഠനവും നമുക്കില്ല, ഒന്നിനെ പറ്റിയില്ല. പിന്നെ ഇത്രയധികം എന്താ പറയുക, ഫോക്ക് കൾച്ചറുള്ള, അതായത് നാടൻ കലാരൂപങ്ങളുള്ള ഒരു രാജ്യവും വേറെയില്ല. ഇതെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്.